ഹായ്. എല്ലാ ദിവസവും പറ്റുമെങ്കിൽ കുറച്ച് എക്സസൈസ് രാവിലെ ചെയ്യുന്നത് കണ്ടില്ല. നമ്മുടെ നെക്ക് ടോപ്പ് ശരിയാക്കുന്ന ആദ്യമായി കാണിക്കുന്നത്. ഈ നെക്ക് ടോപ്പ് പറഞ്ഞത് ബോർഡ് മെയ്ഡ് നെക്ക് ടോപ്പാണ്. ഏത് ലാപ്ടോപ്പിനേക്കാളും വലുതാണ്. അവിടെയാണ് സുഷുമ്ന ബ്ലാങ്കട്ട. അതൊക്കെ ഒന്ന് വലത്തോട്ട് ഇടത്തോട്ടൊക്കെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യാം. 3 പൊസിഷൻ കണ്ടില്ലേ. ഇനി കയ്യിലേക്ക് വന്നു. നമ്മളെ ഫിംഗർ ഒരുപാട് മസിലില്ലേ, ആ മസിലൊക്കെ ഒന്ന് മെല്ലെ ഒന്ന് വൈബ്രേറ്റ് ചെയ്യിക്കുക, ഒന്ന് അനക്കുക. ഓക്കെ, കണ്ടില്ലേ, ആ മസിൽ തൈ ഷോൾഡറൊക്കെ വന്നു അങ്ങോട്ട് വരും. ഒക്കെ എയർ എടുത്തുകൊണ്ട് ശ്വാസം എടുക്കുക. ഇനി അതാ അതും ലെഫ്റ്റ് ഒരേ പൊസിഷനിലാണ്. ഇപ്പം ഒരു ക്ലോക്ക് വൈസ് പൊസിഷനിൽ അങ്ങനെ ഇപ്പം റൊട്ടേറ്റ് ചെയ്യുക ഒരേ രീതിയിൽ. ഇനി അതിൻ്റെ ആൻറ്റി ക്ലോക്ക് വൈസ് അതിൻ്റെ റൊട്ടേറ്റ് പതുക്കെ ചെയ്യണം, ഇറക്കരുത്. ഓപ്പൺ എയറിൽ അങ്ങനെ ചെയ്യാം. ഇനി ശ്രദ്ധിക്കണ്ടില്ലേ, ഓപ്പോസിറ്റ് പൊസിഷൻ, ഒന്ന് വലത്തോട്ട് ഒന്ന് ഇടത്തോട്ട്, ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക്. ഇതൊക്കെ കോൺസെൻട്രേഷൻ കൂട്ടും. ഒരുപാട് ഉപകാരപ്പെടുന്ന കോൺസെൻട്രേഷൻ കൂട്ടാൻ പറ്റും, പ്രത്യേകിച്ചും സ്റ്റുഡൻസിന്. ഇനി നോക്കണ്ടില്ലേ, നമ്മളെ ഹിപ്പ് ഫോർവേഡ് ബാക്ക്വേഡ് അപ്പ് ആൻഡ് ഡൗൺ ഒന്ന് മൂവ് ചെയ്യിക്കാമല്ല, പതുക്കൊക്കെ മൂവ് ചെയ്യണം കേട്ടോ. ലെഫ്റ്റ് റൈറ്റ് റൈറ്റിലേക്ക് തുടങ്ങുക, അതാണ് നല്ലത്. ഇപ്പം അങ്ങനെ നമ്മൾ ഡാൻസിങ് മൂവ്മെൻറ്റ് തന്നെയാണ് ശരി. ഇപ്പം റൊട്ടേറ്റ് ചെയ്യുന്നു, റൈറ്റ് ടു ലെഫ്റ്റ് അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക. ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് ആ ഡയറക്ഷനിൽ അങ്ങനെ. ഇനി അതിൻ്റെ റിവേഴ്സ്. ഇതെല്ലാം ഒരു 3-5 തവണ, മാക്സിമം 5 തവണ മതി. 3 തവണ കുഴപ്പമൊന്നുമില്ല, റിലാക്സ് വെച്ച്. അപ്പോൾ അവിടുന്ന് ഇപ്പിലെത്തി. ഇനി നമ്മൾ കാലിൻ്റെ മുട്ട് അതൊന്നും മെല്ലെ ഫോർവേഡ്, മുന്നോട്ടും പിന്നോട്ടും പതുക്കെ. ശ്രദ്ധിക്കുക, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ചെയ്യരുത് കേട്ടോ. അവിടെയൊക്കെ ചെറിയ ചെറിയ മസിൽസും പാടകളൊക്കെ. ഇനി അത് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം ഇത് ശ്രദ്ധിക്കണം, പലർക്കും പ്രശ്നം ഉണ്ടാവും. ഇനി അതിൻ്റെ റിവേഴ്സ്, കാരണം ഈ മസിൽസൊക്കെ അത്ര സെൻസിറ്റീവാണ്. ഓക്കെ, ശ്രദ്ധിക്കുക, റിലാക്സ്. ഇനി അതായത് ഔളിന്നൊക്കെ പറയും, പേരൊന്നും കൊടുക്കണം. നമ്മൾ ഈ ഭാഗം, ഈ വയറിൻ്റെ ഭാഗം ഉരുട്ടാണ് അത് മസിൽ, വളരെ യൂസ്ഫുള്ളാണ്. അതൊക്കെ ഫാസ്റ്റായിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, ഇൻഹെയിൽ ചെയ്യാം. നമ്മൾ ബോഡി സ്ട്രെച്ച് ചെയ്യില്ലേ, അങ്ങനെ സ്ട്രെച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഇൻഹെയിൽ ചെയ്യും. ഇങ്ങനെ താഴോട്ടൊക്കെ വരുമ്പോൾ എക്സെയിൽ ചെയ്യാം. അതാ ഇപ്പം നമ്മൾ ശ്വാസം എടുക്കുക.